കാലത്തെ എഴുന്നേറ്റപ്പോൾ തൊട്ട് പിടിപ്പത് പണിയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീപ്പിന്റെ ബാറ്ററി ഇന്ന് ചാർജ് ചെയ്യാൻ കൊടുക്കണം. അതിന് വേണ്ടി വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് രാവിലെ തന്നെ. ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ചാർജ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തില്ല കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, വണ്ടി ഓണാക്കാതെ വേറെ വഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കടയിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ബാറ്ററി ചാർജ് ചെയ്യലും പരിപാടികൾക്കൊക്കെ ഈ കാണുന്ന വർക്ക്ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ കൊണ്ടുവരാറ്. നമ്മുടെ വണ്ടി പണിയാൻ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യാൻ ഈ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ബാറ്ററി ചാർജ് ചെയ്യാനൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ പോയത് ഒരു ഫോട്ടോ എടുക്കാനാണ് കേട്ടോ. ഫോട്ടോ എടുക്കുന്നത് എനിക്കല്ല, എൻ്റെ കൂടെ വന്ന ചേട്ടനെയാണ്. ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ കുറച്ച് നേരം പോസ്റ്റ് ചെയ്യുന്നപ്പോൾ ഞാൻ നേരെ പുറത്ത് വന്ന് നോക്കി നിന്നിട്ടാ. സംഭവം വേറെ ഒന്നല്ല, ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ സ്കൂളിന്റെ ഭംഗിയൊക്കെ നോക്കി നിന്ന് കുറച്ച് നേരം നൊസ്റ്റാൾജി അടിച്ചപ്പോൾ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ശരിയായിട്ട് കിട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ വണ്ടിയുടെ കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ശരിയാക്കാനാണ് കേട്ടോ. ഇത്തരം കഫേ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓടിച്ചെല്ലാറുള്ളത് ഇതായി കാണുന്ന ചേട്ടന്റെ കടയിലേക്കാണ് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ ടെസ്റ്റിന് ഏറ്റാൻ പോകുന്ന വണ്ടിയുടെ കുറച്ച് പേപ്പർ വർക്ക്സ് തീർക്കാനുണ്ട്. അങ്ങനെ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കടിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ പോയത് ഓരോ സോഡ കുടിക്കാനാണ് കേട്ടോ. മഴയും വെയിലൊക്കെ ആയിട്ട് ഒരു ജാതി ക്ലൈമറ്റ് ആയിരുന്നിട്ടെന്ന്. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ചോദിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് കോളേജൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന അനിയനെ കണ്ടത്. അവൻ പറഞ്ഞു പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ. പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാൻ നിന്നില്ല, ഫുഡിന്റെ കാര്യമാണല്ലോ. നേരെ നമ്മുടെ സ്ഥിരം കടയിലേക്ക് തന്നെ വെച്ച് പിടിച്ചു. സമയം കുറച്ച് വൈകിയാലും നമുക്ക് വേണ്ട ബിരിയാണി അവിടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. ആകെ മൊത്തം ഒരു അൽഗുരുത്ത് ദിവസം. അപ്പൊ അതൊക്കെ കണ്ട ഞാനും ഹാപ്പി, ഇത് കണ്ട നിങ്ങളും ഹാപ്പി.